നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം തെറ്റിപ്പോകാതിരിക്കുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കാലുകളെ ഉറപ്പിക്കാൻ പോവുകയാണ്. തിരുവെഴുത്തുകളും ദൈവശക്തിയും എന്തെന്ന് ഇന്ന് പകൽ നാം ആഴത്തിൽ ഗ്രഹിക്കണം. തിരുവെഴുത്തിൽ ദൈവശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, എഴുത്തിന് ശക്തിയുണ്ട്. ആ എഴുത്തിലൊരു മുദ്രയുണ്ടെങ്കിൽ, ആ മുദ്ര അടങ്ങിയ എഴുത്തിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ, ആ പേരിനോടൊപ്പം നിങ്ങളുടെ ഫോട്ടോയുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ആധാർ കാർഡാണെങ്കിൽ ആ രേഖയ്ക്ക് ശക്തിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡുണ്ട്, അതിൽ നിങ്ങളുടെ ഫോട്ടോയുണ്ട്, അതിൽ ഗവൺമെൻറ്റിൻ്റെ മുദ്രയുണ്ട്, ആ രേഖയ്ക്ക് ശക്തിയുണ്ട്. പിന്നെ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? നിങ്ങളുടെ കയ്യിലുള്ള രേഖയിൽ രാജ്യത്തിൻ്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശക്തിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടുണ്ട്, അതിൽ രാജ്യത്തിൻ്റെ മുദ്രയുണ്ട്, അതിന് ശക്തിയുണ്ട്. എഴുത്തിന് ശക്തിയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം, അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. സ്വർഗീയ ഗവൺമെൻറ്റിൻ്റെ മുദ്ര പതിപ്പിച്ച എഴുത്തുകളാണ് ഇന്ന് പകൽ വായിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവെഴുത്തിൽ ദൈവശക്തിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ തിരുവചന സത്യങ്ങളെ വിശ്വസിക്കുന്ന, ഈ തിരുവചന സത്യങ്ങളിൽ ആശ്രയിക്കുന്ന നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, ഇതിലെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല. നിങ്ങൾ പറ, തിരുവചനം പറയുന്നു, ഇത് വിശുദ്ധ രേഖയാണ്. ഈ ഭൂമിയിൽ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന രാജ്യത്തിൻ്റെ മുദ്ര പതിപ്പിച്ച എഴുത്തിന് ശക്തിയുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ഗവൺമെൻറ്റിൻ്റെ മുദ്ര പതിപ്പിച്ച ഈ രേഖയ്ക്ക് അതിനേക്കാളൊക്കെ ശക്തിയുണ്ട്. ദൈവവചനത്തിന് ശക്തിയുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, നീ ഒരു നാളും നശിച്ചു പോകത്തില്ലെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയണം, ഈ രേഖയ്ക്ക് ശക്തിയുണ്ട്, ഞാൻ നശിച്ചു പോകത്തില്ല. യേശു കർത്താവ് പറഞ്ഞു, പിതാവ് എനിക്ക് തന്നതിലൊന്നിനെയും ഞാൻ തള്ളിക്കളയത്തില്ല. ഇന്ന് പകൽ നീയും വിളിച്ചു പറയണം, എനിക്കൊരപ്പനുണ്ട്, എൻ്റെ പിതാവ് എന്നെ തള്ളിക്കളയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾ ഈ വിശുദ്ധ രേഖ ഉയർത്തിപ്പിടിച്ചു പറയണം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് ദൈവം എന്നോട് അരുളി ചെയ്ത ഒരു രേഖ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അനാഥനല്ല, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അവൻ എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. ഞാൻ അനാഥനല്ല, എന്നെ അവൻ വഴിയിലിട്ടിട്ട് പോകില്ല. ശക്തമായ തിരകൾ പടകിനോട് ആഞ്ഞടിക്കുന്നുണ്ട്, എൻ്റെ പടക് മുങ്ങുകയില്ല. അക്കരയ്ക്ക് പോകാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചവൻ, എന്നെ നിർബന്ധിച്ചവൻ, അക്കരെ എത്തിക്കുന്നത് വരെ പടക് മുങ്ങാതെ എന്നോട് കൂടെയുണ്ട്. അവൻ കാറ്റിനെ ശാസിക്കുന്നവനാണ്, അവൻ കടലിനോട് അനങ്ങാതിരിക്കുക എന്ന് കൽപ്പിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ വിളിച്ചു പറയണം, എൻ്റെ കയ്യിലൊരു രേഖയുണ്ട്. എൻ്റെ കയ്യിലുള്ള രേഖ വിശുദ്ധ രേഖയാണ്. അവൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാൻ അധികാരം കൊടുത്തു. ഞാൻ മകനാണ്. സഹോദരി, നിങ്ങൾ പറയണം, നിങ്ങൾ മകളാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്,
നിങ്ങളവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നുണ്ട്. അതെ, അവൻ ഉറപ്പ് തരികയാണ്, ഞാൻ കൈവിട്ട് കളയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. യേശു പിന്നെയും പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ നിങ്ങൾക്ക് ആശ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഭവനത്തിൽ ഞാൻ നിങ്ങളെ എത്തിച്ചിരിക്കും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തും. ഇത് ദൈവത്തിൻ്റെ വാക്കാണ്, മാറ്റമില്ലാത്ത വാക്കാണ്. വിശ്വസിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ രേഖയ്ക്ക് ശക്തിയുണ്ട്. നിങ്ങളതിനെ മുറുകെ പിടിക്കുക. നിങ്ങൾക്ക് വേണ്ടി ദൈവം സംസാരിക്കും. അവൻ തൻ്റെ ദൂതനെ അയക്കും. ഇന്ന് പകൽ നിങ്ങൾക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്നതിനെല്ലാം ദൈവത്തിൻ്റെ ദൂതൻ മാറ്റിത്തരും. വിശ്വസിക്കുക. ദൈവത്തിന് സകലവും സാധ്യമാണ്. നിങ്ങളുടെ അസാധ്യതകൾ സാധ്യമാകും. വിശ്വസിക്കുക. ദൈവം നിൻ്റെ കുടുംബത്തെ പണിയാൻ പോവുകയാണ്. ദൈവം നിൻ്റെ തലമുറയെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. വചനത്തോട് പ്രതികരിക്കാം, വിശ്വസിച്ചേറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.